അപ്പൊ ഇതൊക്കെ ഇവിടെ ഏൽപ്പിച്ച ഒരു മനുഷ്യനുണ്ടല്ലോ മുഹമ്മദ് മുസ്തഫ. മുഅ്മിനെ ചിന്തിക്കണം. ഇതെല്ലാം കെട്ടിപ്പൂട്ടിയിട്ട് ഇതിന്റെ പൂർണ്ണത വരുത്തിയിട്ട് നമ്മളെ ഏൽപ്പിച്ചു അല്ലാഹു തആല. എന്ന് പരിശുദ്ധ ഹിജ്റയുടെ 10ാമത്തെ കൊല്ലത്തിലെ ദുൽഹജ്ജ് മാസത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ വേളയിൽ ഇതെല്ലാം കെട്ടിപ്പൂട്ടി നമ്മളെ ഏൽപ്പിച്ചു. ഇതാണ് ദീന്. ഇതിൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി 5 ഹുക്കുമുകൾ അടക്കമുള്ള ദീനിന്റെ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു ജല്ല ജലാലായ സുബ്ഹാൻ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇതാ നിങ്ങൾക്ക് ദീനെ പൂർത്തിയാക്കി തന്നു. ഇതിലുള്ള വാജിബാത്ത്, ഇതിൽ മൻഹിയാത്ത്, ഇതിൽ മുഹറമാത്ത്, മക്രൂഹാത്ത്, മസ്നൂനാത്ത് നിങ്ങൾക്കിതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ. ഇത് ദുൽഹജ്ജ് 9 മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൂർത്തിയാക്കി കൊടുത്തു, നമ്മെ ഏൽപ്പിച്ചു. കഴിഞ്ഞു എന്നാ കഴിഞ്ഞില്ല. എല്ലാ മുഹറമാത്ത്, മൻഹിയാത്തും, മഅ്മൂറാത്ത്, വാജിബാത്ത്, മസ്നൂനാത്ത്, മന്ദൂബാത്ത് മുഴുവനും സ്വീകരിക്കേണ്ടതും വിരോധിക്കേണ്ടതും എല്ലാം നമ്മളെ കയ്യിൽ കെട്ടിപ്പൂട്ടി ഏൽപ്പിച്ചതിന് ശേഷം അടുത്ത മാസം അല്ലാഹു തആല നമുക്ക് പറഞ്ഞ ആയത്ത് എന്താ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. എന്താ അത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. എല്ലാം കെട്ടിപ്പൂട്ടി നിങ്ങളെ ഏൽപ്പിച്ചു. ദീന് ഇതാണ് ദീന്, പൂർത്തിയാക്കി തന്നു. എന്നാൽ പിന്നെ നമ്മളോട് പറയാം അടുത്ത മാസം ഇറങ്ങാൻ ആയത്ത് എന്ത്? ലഖദ് ജാഅക്കും റസൂലും. എന്നാൽ റസൂലിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. റസൂൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. മുഹമ്മദ് മുസ്തഫ, വർക്കബറ മുഹമ്മദ് മുസ്തഫ. ഇതിന്റെ പുറത്തല്ലേ കുട്ടി പറഞ്ഞ്? ഇതത് പിറ്റേ മാസമാണല്ലോ പറഞ്ഞ്. ഇതൊക്കെ കഴിഞ്ഞാൽ അതുമ്മ മാത്രം കൂടിയാൽ പോരാ, റസൂലിന്റെ കാര്യം ശ്രദ്ധിക്കണം. മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഈ നിസ്കാരം നോമ്പിന്റെ മാത്രം മേൽ കൂടിയാൽ പോരാ, നിങ്ങൾ റസൂലിനെ ശ്രദ്ധിക്കണം. എന്ത്? എന്നിട്ട് ആ റസൂലിന് സിഫത്തോട് സിഫത്താണ് പറഞ്ഞു. ആ ആയത്ത് മൊത്തം സിഫത്താണ്. ആരുടെ? റസൂലിന്റെ. ഒന്ന് ഉറക്കെ പറ. റസൂലിന്റെ, മുത്ത റസൂലിന്റെ സിഫത്തുകളാണ്. എന്താണ് ഈ മുത്ത റസൂൽ? ലഖദ് ജാഅക്കും, നിങ്ങൾക്ക് വന്നിരിക്കുന്നു റസൂലുൻ, ഒരു മഹാനായ റസൂല്, മിൻ അൻഫുസിക്കും, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു റസൂല്. ഒരുപാട് അർത്ഥമുണ്ട് അതിനൊക്കെ. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾക്കൊരു ക്ലേശം വരുന്നത് ആ റസൂലിന് സഹിക്കാൻ കഴിയൂല. നിങ്ങൾക്കൊരു ക്ലേശം വരുന്നത് ആ റസൂലിന് സഹിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്കൊരു പ്രയാസം വരുന്നത് ആ റസൂലിന് സഹിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെടുന്നത് ആ റസൂലിന് സഹിക്കാൻ കഴിയുകയില്ല. ആ റസൂലിന്റെ കാര്യം നിങ്ങൾക്കറിയും. ആ റസൂലിന് നിങ്ങൾക്ക് നിങ്ങളെ ബാപ്പയേക്കാൾ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾ ക്ലേശിക്കുന്നത് ആ റസൂലിനെ സഹിക്കുകയില്ല. അങ്ങനെയുള്ള റസൂലാണ്. നിങ്ങൾക്കറിയുമോ? വല്ലാഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതല്ലാ. നിങ്ങൾക്ക് എമ്പാടും സമ്മാനം തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം മഹാനായ സയ്യിദുനാ ജിബ്രീൽ ഭൂമിയിൽ എത്തിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇതേ അസീസുൻ അലൈഹി മാ അനിതുമിന്റെ ഒരു വ്യാഖ്യാനാണ്. ആയത്ത് കൊണ്ടുള്ള വ്യാഖ്യാനാണ് പറഞ്ഞത്. ആയത്ത് കൊണ്ട് വ്യാഖ്യാനം. എന്തേ മുത്ത് മുഹമ്മദ് മുസ്തഫ ഉടനെ പറഞ്ഞത്? സയ്യിദുനാ ജിബ്രീൽ തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിനോട് നിങ്ങൾ തിരിച്ചു ചെന്നാൽ പറയുക, വലാ മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ ഉമ്മത്തിൽ ഒരാൾ നരകത്തിൽ കടക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല എന്ന് പുണ്യ റസൂൽ. ഉറക്കപ്പറ പുണ്യ റസൂൽ.
നിങ്ങളെന്താണ് ജനങ്ങളെ നിങ്ങൾ റബീഉൽ അവ്വലിൽ മൗലിദ് നടത്താത്ത പള്ളി എന്ത് പള്ളിയാണോ? ആ സംഘടന എന്തിനാടാ നീ കൊണ്ട് നടക്കുന്നത്? പിരിച്ചു വിടടാ അതൊക്കെ. അതെന്ത് സംഘടനയാടോ? ഇത് ഖുർആനെതിരായില്ലേ നീ ചെയ്തത്? എടാ, ഇസ്ലാമിനെ കെട്ടിപ്പൂട്ടി നിന്നെ ഏൽപ്പിച്ചു. ദുൽഹജ്ജ് 9 അന്ന് അല്ലാഹു ജല്ല ജലാല് മുത്തുനബി വഴി മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് മുഹറം മാസത്തിൽ ആയത്തിറങ്ങി. എന്ത് കാര്യമൊക്കെ നിങ്ങൾക്ക് വഴിപ്പെടാനുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒക്കെ പുറത്താണ് കേട്ടോ റസൂല്. റസൂലിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ആയത്ത് മൊത്തം മദ്ഹുർ റസൂല്. ഒന്ന് ഉറക്കെ വെറുതെ എന്തിനാ ഇരിക്കണേ? വെറുതെ എന്തിനാ സദസ്സിലിരിക്കണേ? ആയത്ത് മുഴുവനും മദ്ഹുർ റസൂല്. ലഖദ് ജാഅകും റസൂലുൻ, ഇതാ നിങ്ങൾക്കൊരു റസൂൽ വന്നിട്ടുണ്ടല്ലോ, ശ്രദ്ധിക്കണേ. റസൂൽ അന്നാ വന്നത്. റസൂൽ 29, 23 കൊല്ലം മുമ്പ് വന്നിട്ടില്ലേ? പിന്നെ എന്തിനോ പറഞ്ഞു മറക്കരുതട്ടാ, റസൂലിനെ മറക്കരുത്. അന്ന് വന്നല്ലോ റസൂൽ. റസൂൽ 23 കൊല്ലം മുമ്പ് വന്നാണല്ലോ. എന്താണ് മനുഷ്യ ഈ ലഖദ് ജാഅക്കും റസൂലും എന്ന് ആയത്തിറങ്ങ എന്ന് ഇസ്ലാം കെട്ടിപ്പൂട്ടി നമ്മളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ നിസ്കാരവും നോമ്പിൻ്റെയും മാത്രം മേൽ കുടുങ്ങിപ്പോകും എന്ന് കുടുങ്ങാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല പിന്നെ അറിയിച്ചു. നിങ്ങൾ ഈ നിസ്കാരം നോമ്പിൻ്റെ മേൽ മാത്രം കുടുങ്ങണ്ട കേട്ടാ, നിങ്ങൾക്ക് ഒരു റസൂലിനെ തന്നിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ. എന്ത് മദ്ഹ് കൊണ്ട്? കാരണം ആയത്ത് മൊത്തം മദ്ഹാ. വളരെ ചിന്തിക്കണം. മദ്ഹ് നടക്കാത്ത പള്ളി പള്ളിയാവുകയില്ല. മദ്ഹ് നടക്കാത്ത പള്ളി പള്ളിയല്ല. മദ്ഹ് നടക്കാത്ത പള്ളിക്ക് പള്ളിയുടെ വിലയില്ല. എന്ന് മാത്രമല്ല, മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്ന പള്ളിയിൽ ആ പള്ളി പെടുകയില്ല. എന്തുകൊണ്ട്? അതിന്റെ തഖ്വയുടെ ഫസ്റ്റ് സ്റ്റോൺ എന്താണ്? അത് മഹബ്ബത്തുൽ മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും. ദീന് നിസ്കാരം നോമ്പൊക്കെ തന്നു. ഇനിയൊരു പുതിയ നിസ്കാരം കൂട്ടല്ല, ഇനിയൊരു പുതിയ നോമ്പും കൂട്ടല്ല. എല്ലാം തന്നു കഴിഞ്ഞിട്ട് പിന്നെ അല്ലാഹു തആല പറയാണ്, നിങ്ങൾ അതിന്മേൽ മാത്രം കൂടിയാൽ പോരാ കേട്ടോ, നിങ്ങൾക്കിത് തന്ന ആളെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് വന്നത് നിങ്ങൾ മറക്കരുത്. ലഖദ് ജാഅകും റസൂലുൻ, ഈ റസൂൽ വന്നിട്ടാണ് കേട്ടോ നിങ്ങൾക്കിതൊക്കെ കിട്ടിയത്. മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണേ, റസൂൽ അന്നാണോ വന്ന്? അല്ല, റസൂൽ 23 കൊല്ലം മുമ്പ് വന്നിട്ടുണ്ട്. ഈ ആയത്തിറങ്ങിയിട്ട് ചില്ലറ ദിവസം കഴിഞ്ഞപ്പോൾ റസൂൽ വഫാത്തായി. ലഖദ് ജാഅക്കും റസൂലുൻ, റസൂൽ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. റസൂൽ അന്നാ വന്ന്? റസൂൽ 23 കൊല്ലം മുമ്പ് വന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെ മായൻ എന്താ? ഈ വന്ന മനുഷ്യനെ കൊണ്ടാണ് കേട്ടോ ഈ അല്യോമ അക്മൽത്തുലക്കും ദീനക്കും വരെയുള്ള സാധനം നിങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് വെറും നിസ്കാരത്തുമ്പോൾ കൂടിയിട്ട് നിങ്ങളെ തലമ്മ നെറ്റിമ്മ തയമ്പുണ്ടാക്കിയോണ്ട് മാത്രം ഭാര്യയല്ല, തൊള്ളമ്മലും തയമ്പുണ്ടാവണം. കാരണം ഈ ആയത്ത് മൊത്തം മദ്ഹുർ റസൂലാണ്, മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം. മദ്ഹില്ലാത്ത പള്ളി പിരിച്ചുവിടേണ്ട പള്ളിയാണ്. അത് തെറ്റുപറ്റിയതാണ് ജനങ്ങളെ. നിങ്ങൾക്ക് മദ്ഹില്ലാത്ത പള്ളി പിരിച്ചുവിടണം. ആ പള്ളി പള്ളിയാവില്ല. ആ പള്ളി കയറി നിസ്കരിച്ചത് കൊണ്ട് നിസ്കാരത്തിൻ്റെ പള്ളി നിസ്കാരത്തിൻ്റെ കൂലി കിട്ടുമെന്നോരും വിചാരിക്കണ്ട. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മുഅ്മിനെ ചിന്തിക്കണം, ചിന്തിക്കണം, ചിന്തിക്കണം. എന്താണ് ഈ റസൂൽ എന്ന് ചിന്തിക്കണം. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾ ക്ലേശിക്കുന്നത് റസൂലിനെ സഹിക്കുകയില്ല. നിങ്ങൾ ക്ലേശിക്കുന്നത് റസൂലിനെ സഹിക്കാൻ കഴിയൂല. എല്ലാ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രധാനപ്പെട്ട ദുആക്ക് അവസരം നൽകി. അത് ഏറ്റവും പ്രധാനമായി മുത്തുനബിക്കും നൽകി, മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായി, നബി ദുആ ചെയ്തില്ല. സ്വന്തം കുഞ്ഞുമോനെ കർബലയിൽ കൊല ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹിക്ക് അറിയൂലേ? തന്റെ കുഞ്ഞുമോനല്ലേ സയ്യിദുനാ ഹുസൈന്. ഉറക്കെ പറ സയ്യിദുനാ ഹുസൈന്. ഉമ്മു സലമ ബീബി റസൂലുള്ളാഹിന്റെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ പൊട്ടി പൊട്ടി കരയുകയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്തിനബി വമായുബ്കീക്, എന്തിനങ്ങനെ കരയുന്നു?
അപ്പോൾ ഹബീബ് പറഞ്ഞു, ഉമ്മു സലമ പെണ്ണെ, മറ്റൊന്നുമല്ല, അതാനി ജിബ്രീൽ എന്റെ അടുക്കൽ വന്നിരുന്നു, ഇപ്പൊ വന്ന് പോയിട്ടേ ഉള്ളൂ. ഇറാഖിലെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു മണ്ണ് എനിക്ക് കൊണ്ടുവന്നു തന്നു. എന്നിട്ട് ജിബ്രീൽ എന്നോട് പറഞ്ഞു, യുഖ്തലു ഫിഹാ വലദുക ഹുസൈൻ, നിങ്ങളെ പൊന്നുമോനായ ഹുസൈൻ വെച്ച് കൊല ചെയ്യപ്പെടുമെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇറാഖിലെ ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങളെ കുഞ്ഞുമോനെ ഹുസൈൻ കൊല ചെയ്യപ്പെടുമെന്ന് സയ്യിദുനാ ജിബ്രീൽ എന്നോട് വന്ന് പറഞ്ഞ്. ആ ഏരിയയിലെ കുറച്ച് മണ്ണുമില കൊണ്ടുവന്നിരിക്കുന്നു. ഈ മണ്ണിപ്പൊ ജിബ്രീൽ എന്നെ ഏൽപ്പിച്ചു പോയതാണെന്ന് പറഞ്ഞ് ആ മണ്ണ് ഉമ്മു സലമ ബീവിക്ക് ഏൽപ്പിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. പുണ്യ മുഹമ്മദ് മുസ്തഫ ഇറാഖിലെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു മണ്ണ് കൊണ്ടുവന്നു സയ്യിദുനാ ജിബ്രീൽ. ഉറക്കപ്പറ സയ്യിദുനാ ജിബ്രീൽ. യദാ ഹുസൈൻ, യദാ ഹുസൈൻ, ഹുസൈൻ മിന്നി അന മിൻ ഹുസൈൻ, ഹുസൈൻ എന്നിൽ നിന്നും ഞാൻ ഹുസൈനിൽ നിന്നുമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എവിടെയൊക്കെ ഹരീത്, എവിടെയൊക്കെ ഹരീത് ഇല്ലാത്ത. ഹുസൈൻ മിന്നി വഅന മിൻ ഹുസൈൻ, ഹുസൈൻ എന്നിൽ നിന്നാണ്, ഞാൻ ഹുസൈനിൽ നിന്നാണ്, ഹുസൈൻ എന്നിൽ നിന്നാണ്, ഞാൻ ഹുസൈനിൽ നിന്നുമാണ്. ഹുസൈൻ മിന്നി വഅന മിൻ ഹുസൈൻ, ഹുസൈൻ എന്നിൽ നിന്നും ഞാൻ ഹുസൈനിൽ നിന്നുമാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണില്ലേ? പറയുന്നത് മനസ്സിലാവണില്ലേ? പറയുന്നത് മനസ്സിലാവണില്ലേ? പറയുന്നത് മനസ്സിലാവണില്ലേ? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നാം ചിന്തിക്കണം. പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇവിടെ സയ്യിദുനാ ജിബ്രീൽ വന്നു. ഇറാഖിലെ ഒരു ഭാഗത്ത് നിന്ന് ഒരു മണ്ണ് കൊണ്ടുവന്നു. ഈ ഏരിയയിൽ വെച്ച്, ആ മണ്ണ് എടുത്ത സ്ഥലത്ത് വെച്ച് നിങ്ങളെ കുഞ്ഞുമോൻ ഹുസൈൻ കൊല ചെയ്യപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു പോയി എന്ന് മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം. റസൂലുള്ളാഹി എന്ന് പറഞ്ഞ കരളല്ലേ സയ്യിദുനാ ഹുസൈന് റളിയല്ലാഹു അൻഹു. പാറ മനുഷ്യ, റയ്ഹാനത്തു റസൂലില്ലാഹ്, പുണ്യ റസൂലിന്റെ റയ്ഹാൻ പുഷ്പമല്ലേ. ഒന്ന് ഹസനും ഒന്ന് ഹുസൈനും സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. ആ രണ്ട് കുഞ്ഞുമക്കളും സ്വർഗീയ യുവാക്കളുടെ നേതൃത്വമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹു തനിക്ക് തന്ന ദുആ, ഹുസൈനെ കൊല ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി മുത്തുനബി നടത്തിയില്ല മുഹമ്മദ് മുസ്തഫ. ഇത് റസൂലുള്ളാഹിക്ക് അറിയില്ലേ? പൊട്ടിക്കരഞ്ഞിട്ടില്ലേ? ഈ മണ്ണ് പിന്നെ ഉമ്മു സലമ ബീവിയെ ഏൽപ്പിച്ചിട്ടില്ലേ? അതൊക്കെ വളരെ വ്യക്തമായ ചരിത്രവും ഹദീസും കാണുന്നില്ലേ? അതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അതൊക്കെ പിന്നീട് പറയേണ്ട വർത്തമാനമാണ്. ചിന്തിക്കണം. ദുആ ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഡൻ തീരുമാനമെടുക്കാവുന്ന ചില ദുആക്ക് അല്ലാഹു അവസരം നൽകിയിട്ട് തന്റെ ഹുസൈനെ കൊല ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്തിട്ടില്ല മുഹമ്മദ് മുസ്തഫ. പിന്നെ ആ ദുആ ഞാൻ എന്റെ സമുദായം നരകത്തിൽ കടക്കാതിരിക്കാൻ വേണ്ടി പാത്തുവച്ചതാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഇങ്ങോട്ട് നോക്ക്. നിസ്കാരം നോമ്പും ഒക്കെ തന്നിട്ട് പിന്നെ അള്ളാഹ് മദ്ഹ് പറയാണ്. ആരുടെ? മുഹമ്മദ് മുസ്തഫയുടെ. എന്നാ നേരത്തെ മദ്ഹ് ഇല്ലേ? എമ്പാടും ഉണ്ട്. ഖുർആൻ നിറച്ച് മദ്ഹ് അല്ലേ? ഉണ്ട്. മദ്ഹ് നിറച്ച് ഖുർആനിലുണ്ട്. വമാ അർസൽനാക ഇല്ലാ പറ റഹ്മത്തൽ ലിൽ ആലമീൻ. റസൂലുള്ളാഹിന്റെ മദ്ഹാൻ. എന്തിന്? യാസീൻ റസൂലുള്ളാഹിന്റെ മദ്ഹ് അല്ലേ?